ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ മാമൻ്റെ മോൻ്റെ മോതിരം മാറ്റമാണ് കേട്ടോ. അപ്പോൾ ഇന്നാൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിരുന്നു. ഇനിയിപ്പോൾ മോതിരം മാറ്റമാണ്. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിലല്ല, ഹാളിലാണ്, ചാലക്കുടിയിലാണ് പെൺകുട്ടിയുടെ വീട്. അപ്പോൾ അവിടേക്ക് പോവുകയാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾ കണ്ണേട്ടനും ഞാനും കൂടി നേരെ വീട്ടിലോട്ട് പോയി. അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും കൂടിയും അച്ഛനും അമ്മയും അനിയത്തിയും എല്ലാവരും കൂടി മാമൻ്റെ വീട്ടിലോട്ട് വന്നിട്ടാ. ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ എത്തിയിട്ട് 9:30 ആകുമ്പോഴേക്കും വണ്ടി പോകുമെന്ന് പറഞ്ഞേ. അപ്പോൾ 9 മണിയായപ്പോഴേക്കും എത്തിയ പാടേതാ അവൻ്റെ കുറുമ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവനിങ്ങനെ റോട്ടിൽ കൂടെ ഓടിക്കളിക്കുകയാണ്. ഭാഗ്യത്തിന് അതിലങ്ങനെ അധികം വണ്ടികളൊന്നും പോകാറില്ല, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അപ്പോൾ ഞാനും അമ്മയും അനിയത്തിയും പിങ്കായിരുന്നു കേട്ടോ. ഞാൻ ഓൾറെഡി പിങ്ക് സാരി ഉടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായി. അപ്പോൾ അമ്മയും പുതിയത് പറഞ്ഞെടുത്തത് പിങ്ക് തന്നെ ആയിപ്പോയി. അപ്പോൾ അനിയത്തിയാണെങ്കിൽ സാരി അങ്ങനെ ഉടുക്കാറില്ല. അപ്പോൾ അവളുടെ ഉള്ളത് ഒരു നല്ല പിങ്ക് ചുരിദാറുണ്ട്. അപ്പോൾ അത് ഇട്ടു. അപ്പോൾ നാത്തു മാത്രം വേറെ കളറായിപ്പോയി. അപ്പോൾ അവൾ പറയണ അയ്യോ എന്നോട് പറയുന്ന ഞാനും, പക്ഷെ അവൾക്ക് പിങ്ക് ഇല്ല എന്നാണ് അവൾ പറഞ്ഞത്. എന്നാലും എങ്ങനെയെങ്കിലും ഒപ്പിക്കായിരുന്നു എന്നൊക്കെ അവളിങ്ങനെ പറയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി ഇവിടെ എത്തിയിട്ടാ. അങ്ങനെ എത്തിയിട്ട് ഓരോരുത്തരും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ആൻറ്റിമാരും മേമ്മമാരൊക്കെ ഇങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നവരാണ്. അപ്പോൾ ഇതാണ് എൻ്റെ രോഹിണി മാം കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കാം, എൻ്റെ രോഹിണി മാം എവിടെ, എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന രോഹിണി മാം എവിടെ. അതായത് എൻ്റെ വീഡിയോ കണ്ട് എപ്പോഴും എന്നോട് അഭിപ്രായങ്ങൾ പറയും, ഭയങ്കര ഇഷ്ടമെന്ന് പറയും, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ ചെക്കൻ, ഉണ്ണിക്കുട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കുക. അപ്പോൾ അവൻ ഒരു 3-4 ദിവസത്തെ ലീവിന് വന്നേക്കണം. അവൻ പുറത്താണ്. ഇപ്പോൾ ഇത് എൻ്റെ ഒരു കെട്ടിയവനാണ് കേട്ടോ. പിന്നെ ഇതെൻ്റെ അനിയന്മാരാണ് ഇതൊക്കെ. അപ്പോൾ അവന് കുറച്ച് ദിവസത്തെ ലീവിനാണ് വന്നേക്കണത്. അപ്പോൾ അവന് പെട്ടെന്ന് തന്നെ പോകണം. അങ്ങനെ ഞങ്ങൾ വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് വേഗം ഞങ്ങൾ അവിടെ പോയിട്ട് ഇരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ പെൺകുട്ടിയുടെ എൻട്രി എത്തിയിട്ടാ. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ പെൺകുട്ടിയുടെ കൈ പിടിച്ച് ഇങ്ങനെ നടത്തി സ്റ്റേജിലോട്ട് കയറ്റുകയാണ്. അപ്പോൾ അവരുടെ ഫാമിലി, ഞങ്ങളുടെ ഫാമിലിയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ആൻറ്റിയും മാമനും ബാലും എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പെൺകുട്ടിക്ക് ഒരു ബൊക്കെയൊക്കെ കൊടുക്കുന്നുണ്ട് ചെക്കൻ ഉണ്ണിക്കുട്ടൻ. അവന് ക്ഷീണമായിട്ടാണ്. അവന് കുറച്ചും കൂടി മണ്ണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവന് കുറച്ച് ക്ഷീണമൊക്കെ ആയി. അങ്ങനെ അതൊക്കെ കൊടുത്ത് പെൺകുട്ടിനെ വെൽക്കം ചെയ്തു. പിന്നെ എൻഗേജ്മെൻറ്റ് മോതിരം മാറ്റം നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ആണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഫോട്ടോ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആൻറ്റി പെൺകുട്ടിക്ക് വളയൊക്കെ അണിയിച്ച് കൊടുക്കുന്നുണ്ട്. വള ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ എല്ലാവരും നിൽക്കുന്നുണ്ട്, എൻ്റെ അമ്മച്ചി, അനിയത്തി മീനാക്ഷി, മാമൻ എല്ലാവരും. അപ്പോൾ പിന്നെ കേക്ക് കട്ടിങ് ആണ് കേട്ടോ. അത് കേക്കൊക്കെ മുറിച്ചു. അവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുകയാണ്. പെണ്ണിൻ്റെ ചേച്ചിയാണ് നിൽക്കുന്നത്. പിന്നെ അവരുടെ ഫാമിലി, ചേച്ചി, അമ്മ, അച്ഛൻ, ചേച്ചിയുടെ ഭർത്താവ്, പിന്നെ അച്ഛമ്മ, ചേച്ചിയുടെ മക്കൾ, അങ്ങനെ. അപ്പോൾ കേക്ക് കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും പോയി ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അതൊന്നും ഞാനിതിൽ ആഡ് ചെയ്തില്ല. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ, നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാനിരുന്നു. ഫുഡ് അടി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഐസ്ക്രീം കണ്ടാൽ പിന്നെ വിടത്തില്ലല്ലോ. അപ്പോൾ പിന്നെ പോയി ഐസ്ക്രീം എടുത്തുട്ടാ. ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ചുറ്റി നടന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി വണ്ടി കയറിയിട്ടുള്ള കൂത്തുകളാണ് ഈ കാണുന്നത് കേട്ടോ ഗൈസ്. അയ്യോ, ഒരു രക്ഷയുണ്ടായില്ല കേട്ടോ. പോയപ്പോൾ ഞങ്ങൾ അടങ്ങി ഒതുങ്ങിയിരുന്ന് ഞങ്ങൾ പാട്ട് കേട്ട് പോയി. അപ്പോഴും ഞങ്ങൾക്ക് തുള്ളണം എന്ന് ആഗ്രഹം ഉണ്ടായി. പക്ഷേ പോകുമ്പോൾ ഞങ്ങൾ തുള്ളിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങളുടെ മുടിയും ഞങ്ങളുടെ മേക്കപ്പും സാരിയും ചേലയൊക്കെ അഴിഞ്ഞു പോകും. അതിൻ്റെ പേരിൽ ഞങ്ങൾ അടങ്ങിയിരുന്നു. പക്ഷെ വന്നപ്പോൾ ഞങ്ങൾ പൊളിച്ചടക്കിയിട്ടാണ്. പോയപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു തിരിച്ച് വരുമ്പോൾ ഇതേപോലെ ആവില്ല കേട്ടോ, നമുക്ക് നല്ലോണം ഡാൻസ് കളിച്ച് അടിച്ച് പൊളിക്കണമെന്ന്. അതുപോലെ തന്നെ പാട്ട് വെച്ച പാടെ ഞങ്ങൾ തുള്ളി. ചേച്ചി, എൻ്റെ ആൻറ്റി, അനിയത്തി, ഞാൻ, നാത്തൂനാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ അവളെ വിളിച്ചപ്പോൾ അവൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കട്ട. DJ പാട്ടും എല്ലാ പാട്ടും ഇട്ടിട്ട് ഞങ്ങളിങ്ങനെ അടിച്ച് പൊളിച്ചിട്ട് വീട് വരെ ഞങ്ങൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു കേട്ടോ. ശരിക്കും മുടിയൊക്കെ കഴിച്ചിട്ട് ഭദ്രകാളി പോലെ ആയിട്ടുണ്ടായി എൻ്റെ മേമ. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ കളിക്കുമ്പോൾ എൻ്റെ അമ്മച്ചിയുടെ തലയിൽ, എൻ്റെ അമ്മച്ചി ഉണ്ടായിരിക്കണം, അമ്മച്ചിയുടെ തലയിലൊക്കെ കൈ കൊള്ളുന്നുണ്ടായി. അമ്മച്ചി പിന്നെ ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് എല്ലാവരും റെസ്റ്റ് എടുക്കണം കേട്ടോ. റെസ്റ്റ് എന്ന് വെച്ചാൽ വണ്ടി കിടന്ന് തുള്ളിയതിൻ്റെ പേരിൽ ഞങ്ങൾക്കൊക്കെ ക്ഷീണമായിരുന്നു കേട്ടോ. കിതച്ചുകൊണ്ടിരിക്കുന്നുട്ടോ ഞാനൊക്കെ. അങ്ങനെ ഞങ്ങൾ റൂമിലിരുന്നിട്ട് എന്തൊക്കെയോ ഞാൻ നാത്തൂനും കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കല്യാണം കുറച്ച് വൈകിട്ട് ഉണ്ടാവുള്ളൂ. എന്തായാലും ഒരു ചിലപ്പോൾ ഒരു കൊല്ലത്തെ ഗ്യാപ്പൊക്കെ ഉണ്ടാവും. അപ്പം ഇനി അതിൻ്റേതായ തയ്യാറെടുപ്പുകൾ ഞങ്ങൾ ഇപ്പോഴേ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് എൻ്റെ കുറുമ്പനുമായിട്ടുള്ളൊരു കസർത്താണ് ഈ കാണുന്നത്. അവനിപ്പോൾ നന്നായിട്ട് സംസാരിക്കാനൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ അത് കേൾക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവനിങ്ങനെ മൂച്ചേറ്റിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ കാണാവേ. ബായ്. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം.